ഇതാണ് പെസഹ അപ്പം. പെസഹ വ്യാഴാഴ്ച എല്ലാ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ് പെസഹ അപ്പം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 2 മണിക്കൂർ കുതിർത്തെടുത്ത 4 ടീസ്പൂൺ ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതിനെ അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തേങ്ങ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി കേട്ടോ. നല്ല മഷി പോലെ അരയ്ക്കേണ്ട. ആ തേങ്ങ ഇങ്ങനെ ഒരു പരുപരുപ്പ് പോലെ കിടക്കുന്ന രീതിക്ക് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു പരുവത്തിന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തേങ്ങ കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യമേ വെള്ളം ഒന്നിച്ച് ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഇതുപോലെ ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ എല്ലാം കൂടെ നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് നല്ല ലൂസും ആവരുത്, നല്ലോണം കട്ടിയാവരുത്. നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഒരു റിബൺ പരുവത്തിൽ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് മാവ് ഉണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയായാൽ നമ്മുടെ മാവ് റെഡിയായി. ഇനി നമ്മൾ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്ന് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു പാത്രം എടുക്കുക. അതിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് അത് അതിൽ ഇറക്കി വെക്കുക. ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇത് നിറയുന്ന രീതിക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി കുരുത്തോലയാണ് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരുത്തോല ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വായിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതും കൂടെ വെച്ച് കൊടുത്ത് ഇനി ഇതിനെ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഇറുക്കളോ എന്തെങ്കിലും വെച്ചൊന്ന് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ അത് നല്ല ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പെസഹ അപ്പം റെഡിയായി. അപ്പോൾ നമ്മുടെ പെസഹ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പെസഹ പാലിൽ മുക്കിയിട്ടാണ് കഴിക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്